ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് മണ്ണാകട്ടെ അറിയാൻ ചോദിക്കാം. ഒരു പെണ്ണ് പോയാൽ 30 പെണ്ണ് വേറുണ്ട്. ഒരു പെണ്ണിന് മാത്രമുള്ളൂ അത്. അത് എന്ത് കരുതിയിട്ട് ഞങ്ങൾ നിൽക്കണേ? പെണ്ണിന്റെ പിന്നാലെ എന്ത് കരുതിയിട്ടാണ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആവശ്യമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ. എന്തായാലും ഇത് നമ്മുടെ മണ്ണാർക്കാടാണ്. ഞാനിതൊന്ന് ആൾക്കാരെ അറിയണമല്ലോ മണ്ണാർക്കാടിൽ എന്തൊക്കെ വന്ന് പോകുന്നുണ്ടെന്ന്. നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം കാണിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരോട് നിങ്ങൾ അടുപ്പം കാണിക്കുക. മാന്യമായിട്ട് നിങ്ങളോട് പെരുമാറുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മളെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ നിങ്ങൾ കുറച്ച് അകലം പാലിക്കുക. അതെന്താ സംഭവം എന്നറിയോ? അവരൊക്കെ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ തൂക്കാനുള്ള പരിപാടി ഉണ്ടാവും അവരെടുത്ത്. സുഹൃത്തുക്കളെ, രാവിലെ 8:30 മണിയായിട്ടുള്ളൂ. നമ്മുടെ മണ്ണാർക്കാട് ഓരോ ആൾക്കാരും ഓരോ അവസ്ഥയിലൂടെ രാവിലെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു വല്ലാത്തൊരു വേദനയുള്ള വാർത്ത കേട്ടു. അതായത് എന്താ പറയുക, ഒരു പ്രണയം നിരസിച്ചതിന് യുവാവ് ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കിയത്. എന്തിനാണ് ആ ചെങ്ങായിനൊക്കെ പറയുന്നത്? അല്ല, ഓൻ ചത്തില്ലേ? ഓൻ ശരിക്കും ചാവേണ്ടവൻ തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ, നമ്മൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്ത്രീ ഇല്ലാതെയും ജീവിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത്, അല്ലെങ്കിൽ ഈ ടൈമിൽ, ഇല്ലെങ്കിൽ ഈ വേളയിൽ, ഇല്ലെങ്കിൽ ആ സമയത്ത് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ വെറും ഒരു എന്താ പറയുക, ഒരു നേരം പോക്കായിട്ടാണ് ഇപ്പോൾ സ്ത്രീകൾ പുരുഷന്മാരെ കാണുന്നത്. അല്ലാതെ ഒരു പുരുഷനുമായിട്ട് ജീവിതം ആരംഭിക്കണമെന്ന് ഒരു സ്ത്രീ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. വെറും സമയം പോക്ക്. ഇനി ശരിക്കും പച്ചയായിട്ട് ഞാൻ പറയട്ടെ, വെറും ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ പേരിൽ മാത്രം തുടങ്ങുന്ന ബന്ധമാണ് ഇപ്പോൾ. അതെന്താണെന്ന് ഞങ്ങൾക്ക് പറയേണ്ടില്ല. പ്രായപൂർത്തിയായവർ മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലം മുന്നോട്ട് പോകുന്നത്. കാരണം ഇപ്പോൾ ഒരു സ്ത്രീക്കൊരു പുരുഷനില്ലാതെ ജീവിക്കാനും അതേപോലെ സമയം കളയാനും ഒന്നിനും ഒരു എന്താ പറയുക, ഒരു കളിപ്പാട്ടത്തെ പോലെയാണ് ഇപ്പോൾ പുരുഷന്മാരെ കൊണ്ട് നടക്കുന്ന സ്ത്രീകൾ. അതിനനുസരിച്ച് കുറേ കോന്തന്മാരുണ്ട്. ഇങ്ങനെ ഓരോന്ന് ചത്തു പോകണില്ലേ, അങ്ങനത്തെ കുറേ ശരിക്കും ചാവണ്ടവൻ തന്നെയാണ്. അതുകൊണ്ടല്ലേ ഇപ്പോൾ അങ്ങനത്തെ ഒരു സമയം ആ ചങ്ങായിക്ക് തോന്നിയതും ഓനെ എന്തൊക്കെ തീ കൊളുത്തിയെന്നോ അങ്ങനെ എന്തൊക്കെയാണ്. എന്തായാലും ആള് വടിയായി. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് മണ്ണാകട്ടെ എങ്ങനെ കിട്ടുന്നത് അറിയാൻ ചോദിക്കാം. ഒരു പെണ്ണ് പോയാൽ 30 പെണ്ണ് വേറുണ്ട്. ഒരു പെണ്ണിന് മാത്രമുള്ളൂ അത്. എന്ത് കരുതിയിട്ടാണ് നിങ്ങൾ നിൽക്കണേ? പെണ്ണിൻ്റെ പിന്നാലെ എന്ത് കരുതിയിട്ടാണ് നിൽക്കണേ? ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ പറഞ്ഞിരുന്നു. പെണ്ണ് നമ്മളെ തേടി വരികയല്ലേ വേണ്ടല്ല, പെണ്ണിനെ തേടി അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം? എന്താണ് ഉള്ളത് പറ. പെണ്ണിൻ്റെ അടുത്ത് എന്താ ഉള്ളത്? അതാ ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു സംഭവം വേണ്ടേ? അപ്പോൾ അതുകൊണ്ടൊന്നൊരു പ്രയോജനമില്ല കേട്ടോ. കാരണം നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാവണം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാവരുത്. പിന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട്. ഈ രാവിലെ കൊണ്ടൊന്നും പറ്റില്ല. ഏകദേശം ഒരു ഉച്ചരയാവട്ടെ, എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കൂടി പറഞ്ഞു തരാം സുഹൃത്തുക്കളെ. നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോയിൽ അധികം കാണുന്നത് പുരുഷന്മാരാണ്. കാരണം അവരാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണത്. അവർക്കറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ സബ്സ്ക്രൈബേഴ്സിനോട്. അത് എല്ലാവരും ഉണ്ടായില്ല, ഇല്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരുപാട് മില്യൺ ട്രില്യൺ കണക്കിന്
വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ദിവസം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. മോശമില്ലാത്തതും ഗുണമുള്ളതും ഗുണമില്ലാത്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു എനിക്ക്. ആ സന്തോഷം നമ്മുടെ മരണം വരെ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. KSRTC ഒക്കെ ഈ ഗണേഷ് കുമാറിനെ ആദ്യം പോസ്റ്റ് ചെയ്യാൻ കണ്ടു. അയാൾ അപ്പോൾ പറഞ്ഞാലും നാണവും മാനവും ഇല്ല. അതിപ്പോൾ എനിക്കിന്ന് ഞാൻ പ്രത്യേകം പറയണോ? അല്ല, എനിക്കൊന്നല്ല, എനിക്ക് നല്ല കാണാമാനുണ്ട് പറയില്ലേ, അതന്നെ എല്ലാവരും പ്രത്യേകത. എന്നാലും പറഞ്ഞാലും ഉളുപ്പില്ല. ഇതിനേക്കാൾ നല്ലത് എന്താ അറിയോ, രാവിലെ ആകുമ്പോൾ ഇങ്ങനെ കയറി വരികയാണ്. അല്ലെ പിന്നെ സാധാരണ കൂതറക്കാർ ചെയ്യണമാതിരി ചെയ്യണം, അതിൽ പറയണം. അത്രയും നമ്മൾ അതം പതിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ പോയാൽ എന്താ അറിയോ, ഇങ്ങനെ പോയാൽ അതം പതിക്കും നമ്മൾ സ്വയം. ഇങ്ങനെ തന്നെയാണ് കൊലപാതകങ്ങളിപ്പോൾ ചെന്താമര വെട്ടിക്കൊന്നു, അങ്ങനെ കൊന്നു, ഇങ്ങനെ ഒന്നു എന്നൊക്കെ പറയില്ലേ, അത് അവർക്കും ചിലപ്പോൾ ഇതേമാതിരി വരും, കിട്ടും. അപ്പം അവർ പഠിയും. അപ്പോൾ ബാക്കി നമ്മുടെ തട്ടാനുള്ള ആൾക്കാർ ഇഷ്ടംപോലെ നമ്മുടെ ഇടയ്ക്കട നടക്കുന്നുണ്ട്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണ്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ പാവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ദുഷ്ടന്മാരായിരിക്കാം. പക്ഷെ അതൊന്നും അവിടെ ഇവിടെ അറിഞ്ഞോളന്നില്ല. ആരെയും അറിയണമെന്നില്ല, മനസ്സിലാക്കണമെന്നില്ല, വിശ്വസിക്കില്ല. നമുക്ക് നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ വിശ്വാസം. നമ്മുടെ വിശ്വാസമാണത്. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ അത് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ പാടാണ്. ആളുകളിപ്പോൾ പഞ്ഞിക്കിട്ടുന്നു. അപ്പോൾ നന്മയുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾ ചെയ്യേണ്ട എന്താ അറിയോ, എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ട് നമ്മുടെ എല്ലാ ചിന്തകൾക്കും നെഗറ്റീവ് വന്നിട്ടാണ്. ഭക്ഷണത്തിന് പോലും ഇപ്പം നെഗറ്റീവാണ്. ചിലർ ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് കാണാൻ മൗനം പാലിക്കണു, ഇതിന് മൊബൈലിൽ കളിക്കണു. അതൊക്കെ വളരെ തെറ്റാണ്. അതന്നെയാണ് നമ്മൾ നന്നാവാത്തത്. പിന്നെ ഗാന്ധി ജയന്തി സമാധി അങ്ങനെ എന്തൊക്കെയാണ്. എന്ത് സമാധി ഇതൊക്കെ? എന്നിട്ട് എന്തെങ്കിലും വലിയ പ്രയോജനം ഉണ്ടോ അതിൻ്റെ? സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഇവിടെ വലിയൊരു സംഭവം കാണുന്നുണ്ടെങ്കിൽ, അപ്പോൾ 100 രൂപയുടെ 5 രൂപ മുതൽ മറ്റ് വിലയും ഉൽപ്പന്നങ്ങളും കാണും. അപ്പോൾ നമുക്ക് എന്താണ് സംഭവം എന്ന് നോക്കി നോക്കാം അല്ലേ, എന്തൊക്കെയാണ് എന്നൊന്നും അറിയണമല്ലോ. അങ്ങനെയല്ലേ. നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടോ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത നോർമലായിട്ടുള്ള ആൾക്കാർക്ക് ഒരു പറ്റിയ ഡ്രസ്സ്, കാര്യങ്ങൾ, ചെരുപ്പ്, വാച്ച്, കണ്ണട, ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാതെ വന്നു. അപ്പോൾ ആൾക്കാരിങ്ങനെ വന്നും പോയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഡ്രസ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ കാണിച്ചിരുന്ന അറിയോ, ഇതിപ്പോൾ ഫേസ്ബുക്ക് കയറിയ മാതിരിയാണ്. ഒരു ഭാഗത്ത് നിന്ന് കയറിയാൽ പിന്നെ പുറത്ത് വേറെ വഴി പോയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അത് ആവശ്യമുള്ളതൊക്കെ കാണിയാം, ചെറുതാക്കി എടുക്കണമെന്ന് അറിയാം, സമയം ഇല്ലാത്തതുകൊണ്ടാണ്. ചെരുപ്പുകളൊക്കെ ഉണ്ട്, അതിൽ ചെരുപ്പ്, ചെറിയ കുട്ടികൾക്കുള്ള ചെരുപ്പുകളുണ്ട്.
സാധാരണക്കാരായ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണോ എടുക്കണോ, പിന്നെ നോക്കാനായിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ചെരുപ്പുകൾ പല ഐറ്റംസ് ഉണ്ട് ലേഡീസിനുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ ഇതൊക്കെ സ്ത്രീകളുടെ ഏരിയയാണ്. പാത്രങ്ങൾ, അലുമിനിയം, സ്റ്റീൽ പാത്രങ്ങളുണ്ട്, സ്റ്റീൽ സെക്ഷൻ. ഇവിടെ അത്യാവശ്യമായിട്ടുള്ള യൂസിൻ്റെ ഷോസ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആവശ്യമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. എന്തായാലും ഇത് നമ്മുടെ മണ്ണാർക്കാടാണ്. ഞാനിതൊന്ന് ആൾക്കാരെ അറിയണമല്ലോ മണ്ണാർക്കാടിൽ എന്തൊക്കെ വന്ന് പോകുന്നുണ്ടെന്ന്. പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഡപ്പകൾ ഒക്കെ ഉണ്ട്. ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വന്ന് നോക്കണം കേട്ടോ. അതിപ്പോൾ ഞാൻ പറയുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുക. അപ്പോൾ നിങ്ങൾ വന്നിട്ട് കാണുക. ഇവിടെ ഇനി ചെറിയ കുട്ടികൾക്കുള്ള സാധനങ്ങൾ, അതേപോലെ എന്നെപ്പോലുള്ള കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ. കുട്ടികൾക്കുള്ള ബെഡ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നോർമൽ വിലക്കാണ്. ഇവിടെയൊക്കെ പ്രൈസും കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. തലയണുണ്ട്, പില്ലോ. കുഴപ്പമില്ല, നല്ല അടിപൊളി തലയണ തന്നെ. പ്രൈസ് 230 അപ്പോൾ പില്ലോ 199 രൂപ വരെ ഉണ്ട് സ്റ്റാർട്ടിങ്. പിന്നെ അടുത്ത് പൂവിൻ്റെ സെക്ഷനാണ്. പ്ലാസ്റ്റിക് പൂക്കളാട്ടോ ഇതൊക്കെ. പിന്നെ അവിടെ ഫോട്ടോസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 3D ആണ്, 3D ഫോട്ടോസാണ് കേട്ടോ. ഇതൊക്കെ കർട്ടൺ സെക്ഷൻ കേട്ടോ. അതായത് ഇതിനൊക്കെ വില ഇവിടെ ഉണ്ട്. 149 രൂപ തൊട്ടിട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. അവിടെ കാണുന്നൊക്കെ കർട്ടനാണ്. ഓരോ തരത്തിലുള്ള കർട്ടനുണ്ട്. പിന്നെ ടൂൾസിൻ്റെ സെക്ഷൻ ഉണ്ട് കേട്ടോ. 90 രൂപ സ്റ്റാർട്ടിങ്. പിന്നെ ഇവിടെയൊക്കെ ഉള്ളത് അടുക്കള ചൂല്. പിന്നെ ഇവിടെയൊക്കെ പെനോയിൽ ഐറ്റംസ് ആണ്, ബാത്റൂം ക്ലീനിങ്. പിന്നെ ഇവിടെയൊക്കെ ചൂലിൻ്റെയാണ്. ഇപ്പോൾ ശരിക്കും നമ്മൾ ഫേസ്ബുക്ക് കയറില്ല, അതേപോലത്തെ ഒരു അവസ്ഥ. ഒരു സ്ഥലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ആ സ്ഥലത്തുനിന്ന് ആൾക്കാർ ചോദിക്കണം എന്താ പറയുക, ഈ 5 രൂപയുടെ ഐറ്റംസ് എവിടെയെന്ന് ചോദിക്കുന്നത്. അപ്പോഴും അവരത് കണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെയൊക്കെ വലിയ വലിയ ബക്കറ്റുകളുണ്ട് കേട്ടോ. ഓരോ ആവശ്യത്തിന് യൂസ് ചെയ്യാം. ബക്കറ്റുകളുണ്ട്, അടിപൊളി ബക്കറ്റുകളുണ്ട്. അധികം ഈ ബക്കറ്റും കൊട്ടയും ഇതൊക്കെ പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് അധികം ആൾക്കാർ പോകുന്നത്. പ്ലേറ്റുകൾ പലതരമുള്ള സൈസുള്ള പ്ലേറ്റുകളുണ്ട്. വിലയൊക്കെ നിങ്ങൾ വന്ന് അന്വേഷിക്കുക. നാം മണ്ണാർക്കാടുള്ള ആൾക്കാർക്ക് മാത്രം കേട്ടോ അത് പറഞ്ഞു കൊടുക്കണം. പിന്നെ ഇവിടെയൊക്കെ ചപ്പാത്തിക്കല്ല്, അടുക്കള ഐറ്റംസാണ്. ആ സൈഡിലൊക്കെ കാണുന്ന ചൈനീസിൻ്റെ ഐറ്റംസാണ്. ഒക്കെ നോർമൽ പ്രൈസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പിന്നെ ഇവിടെയൊക്കെ അടിപൊളി ഒക്കെ കിച്ചൺസ് സാധനങ്ങളാണ്. പിന്നെ ഏകദേശം ഇവിടെ എത്ര ഇതിവിടെയാണ് ബില്ലിങ് വരിക. ഇതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് വരിക. 1 മാസം വരെ ഉണ്ടാവുന്ന പറഞ്ഞ് ചോദിച്ചു നോക്കണം കറക്റ്റായിട്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ മണ്ണാർക്കാടുള്ളവർ മാത്രമല്ല കേട്ടോ, ഈ മണ്ണാർക്കാട് വഴി പോവുകയാണെങ്കിൽ നമ്മുടെ പാലക്കാട് കോഴിക്കോട് റോഡിൽ തന്നെ പോലീസ് സ്റ്റേഷൻ്റെ കുറച്ച് മുകളിലായിട്ടുള്ള വസന്തം ടെക്സ്റ്റൈൽസിൽ കണ്ടിട്ടുണ്ടാവും. വസന്തം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇതുള്ളത്. അപ്പോൾ നിങ്ങളെന്തായാലും പോകുമ്പോൾ ഞാനിപ്പോൾ എടുത്ത എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു സഹായം കൂടിയാവും. നമുക്കത് പ്രത്യേകിച്ച് സഹായത്തിൻ്റെ അല്ല. അപ്പോൾ നല്ല അടിപൊളി അത്യാവശ്യമുള്ള വീട്ടിലേക്ക് വാങ്ങേണ്ട സാധനങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അവരൊരു കൂപ്പൺ തരും പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പൂരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മാനം അടിച്ചിട്ടുണ്ടെങ്കിൽ വിളിക്കും.
അപ്പോൾ ഇതൊക്കെ നല്ലൊരു എന്താ പറയുക, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം. വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ. അപ്പോൾ നമ്മുടെ വസന്തൻ ടെക്സ്റ്റൈൽസിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വഴി പോവുകയാണെങ്കിൽ വാങ്ങുക, അവരെയും കൂടി സഹായിക്കുക. കാരണം നമ്മളൊക്കെ ഒരു നേരത്തെ വിശപ്പിന് വേണ്ടിയിട്ട് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നവരാണ്. അപ്പോൾ ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞത് വിശപ്പാണ്. വിശപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു നേരം അല്ലെങ്കിൽ മണിക്കൂറോളം ജോലി ചെയ്യണതും കാത്തു നിൽക്കുന്നതും ഒക്കെ എല്ലാതും. അപ്പോൾ മണ്ണാർക്കാടേക്ക് വരുമ്പോൾ ഇതും കൂടി ഞാൻ ഒന്ന് ഉൾപ്പെടുത്തിയെന്ന് മാത്രം. പിന്നെ പരമാവധി നമ്മൾ പരസ്പരം വിശ്വസിക്കുക, ബഹുമാനിക്കുക. കാരണം ഇപ്പോഴൊക്കെ ഓരോ രീതിയിൽ നിങ്ങൾ കാണാറുണ്ടാവും, അവിടെ കൊന്നു ഇവിടെ കൊന്നു മറ്റോടത്ത് കൊന്നു എന്നൊക്കെ. അപ്പോൾ ബാക്കി ഞാൻ പറയാം കേട്ടോ.